ഇന്ന് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള മലയിൽ പട്ടം പറത്താൻ പോവാണ്. ഈ പട്ട നമ്മൾ ബീച്ചിൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പട്ട അത്ര ഉയരത്തിലൊന്നും പോവാറില്ല. പക്ഷേ ഇത് ബീച്ചിൽ നിന്ന് നല്ല സക്സസ്ഫുള്ളി പൊങ്ങി പറന്നതാണ്. അങ്ങനെ അതെടുത്തിട്ട് നമ്മളെ വീട്ടിലൊന്നും അത്ര കാറ്റുണ്ടാവില്ലല്ലോ. അപ്പോൾ വീടിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ഈ പാലോറ മല ജംഗ്ഷൻ. അതിങ്ങനെ അവിടേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പട്ട അത്യാവശ്യം നല്ല ഉയരത്തിൽ ആ ത്രെഡിൻ്റെ ഫുൾ റോളില്ലേ അത് മുഴുവൻ കവർ ചെയ്യുന്ന അത്രയും ഉയരത്തിൽ അത് പറന്നുണ്ടായിരുന്നു. മക്കൾക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവരെല്ലാവരും ഇരുന്ന് കളിക്കുകയാണ്. മോളും ഒക്കെ ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുക, അത് എവിടം വരെ പറഞ്ഞു. അങ്ങനെ പട്ടം ചേച്ചീൻ്റെ മോനുണ്ട് വാസുദേവ്, അവൻ ഏറ്റെടുത്തു. അങ്ങനെ അവൻ പറത്തുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് എല്ലാവരും മുഖത്ത്. അത്യാവശ്യം നല്ല ഉയരത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. അത് എല്ലാം കൂടെ ഒരു ഫ്രെയിമിലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് മുകളിലെത്തുമ്പോൾ ഞാൻ സൂം ചെയ്യുന്നതാണ്. അങ്ങനെ കുട്ടിപ്പട്ടാളം മൊത്തം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്ന് ചെയ്യാം. എല്ലാരും ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ടോക്ക്, ഇങ്ങോട്ടോക്ക്, ഇങ്ങോട്ടോക്ക്. വാസു ഇങ്ങോട്ടോക്ക്. കൈലാസോ, മഹാദേവ്, പാർവതി. അപ്പോഴാണ് ആക്സിഡൻ്റലി ഒരു കാര്യം സംഭവിച്ചത്. ആകാശത്ത് കൂടെ ഒരു ഫ്ലൈറ്റും പോകുന്നു. രണ്ടും കൂടെ ഒരു ഫ്രെയിമിൽ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഫ്ലൈറ്റൊന്ന് മനസ്സിലാൻ വേണ്ടി ഒന്ന് സൂം ചെയ്തതാണ്. പിന്നെ കുറച്ചും കൂടെ ആ പണിയൊക്കെ നിർത്തി നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയാൽ അവിടെ കുറേ ഈ അരി അങ്ങനെ എന്തൊക്കെയോ സൂക്ഷിക്കുന്ന ഒരു ഗോഡൗണാണ്. അപ്പോൾ അവിടുന്ന് വീഴുന്ന അരിമണിയൊക്കെ തിന്നാൻ വേണ്ടിയിട്ടായിരിക്കും. എത്രയോ തത്തകൾ, തത്ത മാത്രമല്ല ഒരുപാട് കിളികൾ. പക്ഷെ ഇത്രയും തത്തകൾ ഒരുമിച്ച് കാണുമ്പോഴുള്ളൊരു സന്തോഷം നമുക്ക്. അവരിങ്ങനെ താഴോട്ട് പറക്കും, മുകളിലോട്ട് പറക്കും. നല്ല രസമാക്കണം ആ സൗണ്ടും എല്ലാം ആയിട്ട്. കുറച്ചും കൂടി സന്ധ്യയിൽ അവിടെ നമുക്ക് നന്നായിട്ട് സൺസെറ്റ് കാണാം. ആ സൺസെറ്റിൻ്റെ ഇടയിൽ കൂടെ തത്തകൾ ഇരിക്കുന്ന കേട്ടോ, നല്ല ഭംഗിയിൽ. ആ തത്തേൻ്റെ ഒരു ഷേപ്പൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാവും. നല്ല അടിപൊളിയാണ് അവിടെ. ആ സൺസെറ്റിൻ്റെ വ്യൂവും നല്ല കാറ്റും തണുപ്പും. പിന്നെ എന്താ കുറച്ചും കൂടെ ഇപ്പുറത്തൊരു വയോജന പാർക്കുണ്ട്. അപ്പോൾ അവിടെ പോയിരുന്നിട്ട് അവർ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അവരെല്ലാവരും കൂടെ ഫുട്ബോൾ കളിക്കുകയാണ്. അവിടെ ആൾക്കാർക്ക് ഇരുന്ന് എക്സസൈസ് ചെയ്യാം, മക്കൾ സൈഡിലിരുന്ന് കളിക്കും. അവർക്കൊരു എൻജോയ്മെൻറ്റ്, നമുക്കൊരു എൻജോയ്മെൻറ്റ്. എന്തായാലും ഈവനിങ് ഒക്കെ നല്ല രസത്തിൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഈ പാലോറ മല ജംഗ്ഷനിൽ വന്നാൽ മതി. ഇത് AC ഷൺമുഖദാസ് മെമ്മോറിയൽ ഹോസ്പിറ്റലില്ലേ അതിൻ്റെ ഉള്ളിലായിട്ട് വരും. കളിക്കാനുള്ള സ്ഥലം, വലിയ ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാം, വെറുതെ ഇരുന്ന് കഥ പറയാം, അത് കഴിഞ്ഞ് സൺസെറ്റ് കാണാം, കുറേ കിളികളെ കാണാം. ഒരാൾ അവിടെ ഇരുന്ന് യോഗ ചെയ്യുകയാണ്, വൃക്ഷാസനം, അത് കഴിഞ്ഞത് ത്രികോണ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. എന്തായാലും നല്ല രസമായിരുന്നു. അപ്പോൾ ബൈ ബൈ. കണ്ടോ ആ ക്രസൻറ്റ് ഷേപ്പിലുള്ള മൂണ്, നല്ല ഭംഗിയില്ലേ കാണാൻ.